തൃശൂരിൽ വോട്ട് ചെയ്ത ശേഷം സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ മടങ്ങി എന്ന DCC പ്രസിഡന്റിന്റെ ആരോപണം ശരിവെച്ച് നാട്ടുകാർ. ഇങ്ങനെയാണ് ഞാനും ഈ ദേശക്കാരിൽ ഒരാളായിട്ട് മാറുന്നത്. നെട്ടിശ്ശേരിയിലെ വീട്ടിൽ സുരേഷ് ഗോപിയോ ബന്ധുക്കളോ ഇപ്പോൾ താമസമില്ല എന്ന് അയൽവാസി ദാസൻ പറഞ്ഞു. ഇതുവരെ മണ്ഡലത്തിലില്ലാത്ത ആയിരക്കണക്കിന് വോട്ടർമാരെ ചേർത്ത് BJP കൃത്രിമം നടത്തിയെന്നാണ് കോൺഗ്രസും ഇടതുപക്ഷവും ആരോപിക്കുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. സുരേഷ് ഗോപി ഇപ്പൊ താമസമുണ്ടോ? ഇപ്പൊ ഇല്ല, ഇവിടെ വേറെ വീട്ടുകാരെ താമസിക്കുന്നു. ഇപ്പൊ അവരിവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഇപ്പൊ വേറൊരു വീട്ടുകാരെ താമസിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ രേഖകൾ വ്യാജമാണെന്ന് കോടതിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയല്ലെന്ന് പറയുകയും ചെയ്തു. ഇനി ജഡ്ജിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി സുരേഷ് ഗോപിയും കുടുംബവും ഭാരത് ഹെറിറ്റേജ് എന്ന മേൽവിലാസത്തിൽ 11 വോട്ടുകൾ കൂട്ടിച്ചേർത്തുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്നത്. തെളിവുൾപ്പെടെ കാണിക്കുന്നുമുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ വീടിന്റെ കാര്യത്തിൽ DCC പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് പരിശോധനയിൽ നിന്ന് ബോധ്യമാവുന്നത്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം ഇതുപോലെ തൃശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഒരുപാട് വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും ഇതൊക്കെ തന്നെ ക്രമരഹിതമാണെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് DCC പറയുന്നത്. സർ, അധികാരം ആരെയും അഴിമതിക്കാരാക്കുന്നില്ല. മനുഷ്യരാണ് അധികാര സ്ഥാനങ്ങളെ അഴിമതിയിലാക്കുന്നത്. എന്തായാലും കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. കൂടുതൽ നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും പോകേണ്ടതുണ്ട്. സന്തോഷത്തിലിരുന്നതാ, എല്ലാം പോയി. കുറെ കൂടെ നന്ദി കാണിക്കണ്ടേ സാർ നമ്മൾ അവരോട്?